ഒരിക്കൽ ഈ സഭയെക്കുറിച്ചറിഞ്ഞ ഞങ്ങൾ ഈ സഭയുടെ ആസ്ഥാനത്തെത്തി. വലിയ ഉയരത്തിലുള്ള വാതിൽ കടന്ന് അകത്ത് ചെന്നപ്പോൾ വലിയ ഹാൾ. ആ ഹാളിൽ നിറയെ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹാളിൻ്റെ നടുവിൽ അല്പം ഉയരത്തിൽ കെട്ടിയ കൈവരികൾക്കുള്ളിൽ ഒരു കസേരയിൽ പ്രധാന ശുശ്രൂഷകൻ. ഇങ്ങനെ ഒരു പെന്തക്കോസ്തു സഭയെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. കാരണം പൂർണ്ണമായി ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ സഭയാണ് ആദി പെന്തക്കോസ്തു സത്യസഭ അഥവാ ബിഗിനിങ് പെന്തക്കോസ്റ്റൽ ട്രൂത്ത് ചർച്ച്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ മലവിള കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഈ സഭ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പെന്തക്കോസ്തു സഭകളിൽ ഒന്നാണ്. വിശ്വാസത്തിനും ദൈവിക രോഗശാന്തിയിലും പൂർണ്ണമായി വിശ്വസിക്കുന്ന ആദി പെന്തക്കോസ്തു സത്യസഭയിൽ ആയിരങ്ങളാണ് കൂടി വരുന്നത്. വൈദ്യശാസ്ത്രത്തെ ശക്തമായി എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഈ സഭയുടെ പ്രധാന ശുശ്രൂഷകനെ അയ്യ, അപ്പ തുടങ്ങിയ വാക്കുകളാൽ സംബോധന ചെയ്യപ്പെടുന്നു. മാത്രമല്ല അവരുടെ വസ്ത്രധാരണ രീതികൾ മറ്റു ശുശ്രൂഷകരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഭാരതീയ സന്യാസത്തിൻ്റെ പ്രതീകമായ കാവിയാണ് വേഷം. എന്നാൽ സാധാരണ ശുശ്രൂഷകന്മാർ വെള്ള ജുബായും വെള്ള മുണ്ടും ധരിക്കും. ശുശ്രൂഷകർ വിവാഹിതരാകാൻ പാടില്ല. സന്യാസിയെപ്പോലെ താടി വളർത്തിയിരിക്കും. ലളിതമായ ജീവിത രീതി. ആഭരണം ധരിക്കാറില്ല. ഇതൊക്കെയാണ് ഈ സഭയെ മറ്റ് പെന്തക്കോസ്തു സഭകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ആരംഭിതമായ സഭയുടെ തുടർച്ചയായ യഹോവയുടെ മഹത്തായ പ്രവൃത്തികൾക്കായി സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ ബിഗിനിങ് പെന്തക്കോസ്റ്റൽ ട്രൂത്ത് ചർച്ച് എന്നും തമിഴിൽ ആദി പെന്തക്കോസ്തേ സത്യസഭ എന്നും ഈ സഭ അറിയപ്പെടുന്നു. യഹോവ രോഗികളെ സുഖപ്പെടുത്തുകയും യഹോവയിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ദുഷ്ടാത്മാക്കളെയോ പിശാചുക്കളെയോ പുറത്താക്കുകയും ചെയ്യുന്നു. യഹോവ തൻ്റെ ശുശ്രൂഷകരിലൂടെ സഭയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ സഭയുടെ യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തങ്ങൾ നീതീകരിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് അവർ അറിയുകയും വിശ്വസിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഈ വിശ്വാസം നിമിത്തം അവർ ഒരിക്കലും അവരുടെ രോഗങ്ങൾക്കും ബലഹീനതകൾക്കും മരുന്ന് കഴിക്കാൻ ശീലിച്ചിട്ടില്ല. എബ്രായർ 10:38 അനുസരിച്ചാണ് ഇവരുടെ ജീവിതം. സഭയിൽ കർത്താവായ ദൈവം യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമായ തൻ്റെ ശുശ്രൂഷകരിലൂടെ പ്രവർത്തിക്കുന്നു. അവരിലൂടെ ദൈവം വിശുദ്ധന്മാരുടെ പൂർണ്ണതയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും വിശുദ്ധന്മാരുടെ പൂർണ്ണമായ ആത്മീയ വളർച്ചയ്ക്കും അവൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിനും സഭ ദൈവഭക്തിയിൽ വളരുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു. കൂടാതെ സഭയുടെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും സഭാജനങ്ങളിൽ നിന്ന് സ്തോത്രകാഴ്ചകൾ സ്വീകരിക്കുന്നു. അതിനാൽ ഈ മഹത്വമേറിയ സഭയിൽ പങ്കെടുക്കുവാനും എല്ലാ ലൗകികവും സ്വർഗീയവുമായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നേടാനും ദൈവരാജ്യമായ സ്വർഗത്തിലെ നിത്യാനന്ദം പ്രാപിക്കാനും സഭ ഓരോരുത്തരെയും സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സുവിശേഷം അറിയിക്കുക. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ശുശ്രൂഷകരെ അവൻ്റെ ഏറ്റവും ആദരണീയമായ ശുശ്രൂഷ ചെയ്യാൻ പരിശീലിപ്പിക്കുക. ദൈവത്തിൻ്റെ രക്ഷയുടെ സുവിശേഷം ജാതികൾക്ക് പ്രഖ്യാപിക്കുകയും അവരെ രക്ഷ, സ്നാനം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നിവയുടെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് ബിഗിനിങ് പെന്തക്കോസ്റ്റൽ ട്രൂത്ത് ചർച്ചിൻ്റെ പ്രധാന ദൗത്യം. ഈ സഭ കന്യാകുമാരി ജില്ലയിലെ മലവിളയിൽ തുടങ്ങുന്നത് സാധു ജി ദേവനേശൻ എന്ന പാസ്റ്ററാണ്. അദ്ദേഹത്തെ പൊതുവെ വിശ്വാസികൾ അയ്യ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം
സാധു സി സെൽവരാജ് എന്ന പാസ്റ്ററാണ് പ്രധാന ശുശ്രൂഷകനായി വന്നത്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ജോലി ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് തിരിയുകയായിരുന്നു. അദ്ദേഹം മലവിളയിൽ ദേവനേശൻ അയ്യായെ വന്ന് കണ്ടു. അത് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. തുടർന്ന് സുവിശേഷ പോർക്കളത്തിൽ ഒരു പോരാളിയായി തീർന്നു. ദീർഘവർഷങ്ങൾ, ഏകദേശം 35 വർഷത്തോളം ഈ സഭയുടെ പ്രധാന ശുശ്രൂഷകനായി സാധു സി സെൽവരാജ് അയ്യ ചുമതലയിലിരുന്നു. അക്കാലയളവിൽ സഭയ്ക്ക് വലിയ വളർച്ചയാണ് ഉണ്ടായത്. 2017 അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് മലയാളിയായ കുലശേഖരം തിരുവട്ടാർ സ്വദേശി സാധു തോമസ് എം കുര്യൻ സഭയുടെ ചുമതലയേറ്റെടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം മറ്റൊരാളാണ് സഭയുടെ നേതൃത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. പെന്തക്കോസ്ത് സഭകൾ ധാരാളമുണ്ട്. അവയിൽ പല രീതിയിൽ വ്യത്യസ്ത പുലർത്തുന്ന സഭകളുമുണ്ട്. കാവ്യവേഷം അതിലൊന്നാണ്. മറ്റ് പെന്തക്കോസ്ത് സഭകളെ അപേക്ഷിച്ച് ക്രിസ്തുമസ് ചെറിയ രീതിയിൽ ഈ സഭ ആഘോഷിക്കാറുണ്ട്. ഒരിക്കൽ ഈ സഭയെക്കുറിച്ചറിഞ്ഞ ഞങ്ങൾ ഈ സഭയുടെ ആസ്ഥാനത്തെത്തി. വലിയ ഉയരത്തിലുള്ള വാതിൽ കടന്ന് അകത്ത് ചെന്നപ്പോൾ വലിയ ഹാൾ. ആ ഹാളിൽ നിറയെ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹാളിൻ്റെ നടുവിൽ അല്പം ഉയരത്തിൽ കെട്ടിയ കൈവരികൾക്കുള്ളിൽ ഒരു കസേരയിൽ പ്രധാന ശുശ്രൂഷകൻ സാധു സി സെൽവരാജ് അയ്യ ഇരിക്കുന്നു. ചിലർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നു. അത് ശ്രദ്ധയോടെ കേട്ട് അവരുടെ തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ആളുകളെത്തുന്നു. ഞങ്ങളെ കണ്ടതും അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സന്തോഷപൂർവം കരിപ്പോട്ടി കാപ്പി തന്നു. അത് കുടിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പിരിയുമ്പോൾ മാനസികമായി ആ സഭയോടും അയ്യായോടും ഒരു താല്പര്യം. പിന്നീട് പലതവണ ആ സ്നേഹബന്ധത്തിൽ മലവിളയിൽ ഞങ്ങൾ അയ്യായെ കാണാനെത്തി. കാണുമ്പോഴൊക്കെയും സന്തോഷപൂർവ്വം ഞങ്ങൾ പിരിഞ്ഞു. പിന്നീട് തിരക്കുകൾക്കിടയിൽ തമ്മിൽ കാണാൻ നീണ്ട ഇടവേളയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. എങ്കിലും ആ ഓർമ്മകൾ വിട്ടുമാറുന്നില്ല. വീണ്ടും അക്കരെ കാണാമെന്ന പ്രത്യാശയോടെ ഇതിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുമ്പോഴേയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.